ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ രാവിലത്തെ പരിപാടികളുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരുങ്ങി അമ്പലത്തിൽ പോയിട്ട് നേരെ കൊച്ചിക്ക് പോകാനുള്ളതായിരുന്നു. അമ്മ അമ്പലത്തിലകത്ത് പോയ സമയത്ത് ചെറുതും ഞാനും കൂടെ പുറത്തുകൂടി ഇങ്ങനെ നടന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് വല്ലതും കഴിച്ചിട്ട് നേരെ കൊച്ചിക്ക് പോകാനായിട്ട്. ട്രെയിൻ ഉണ്ട്. ട്രെയിൻ 8:45 അപ്പോൾ അതിന് മുമ്പായിട്ട് കായംകുളത്ത് എത്തണം. അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ കയറേണ്ടിയിരുന്ന ട്രെയിൻ മിസ്സായി. പക്ഷേ സാരമില്ല, 8:45 ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് 9:10 വേറൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. അതും മറ്റേതും ഏകദേശം സെയിം ടൈം തന്നെയായിരുന്നു സൗത്തിലെത്തുന്നത്. അപ്പോൾ പിന്നെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വിച്ചൂട്ടൻ അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ചിങ്കൂട്ടൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 9:30 ആയപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. ഇതൊരു മെമു ആണ്. സോ നമുക്ക് സിറ്റിംഗ് സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ട്രെയിനിൽ കയറിയ ശേഷം ചിങ്കൂട്ടൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ഡയലോഗാണ്. ദൈവമേ, പൈലറ്റിന്റെ കയ്യിൽ നിന്ന് പോയി ആകാശത്ത് വെച്ചത് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ എന്നെ രക്ഷിക്കണേ. അവളെ കുറ്റം പറയാൻ പറ്റൂല. ആ ട്രെയിനിൻ്റെ ഒരു ആട്ടവും കുലുക്കവും കണ്ട എനിക്കൊരു പേടി തോന്നി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൾ ഓക്കെ ആയി. ഒരുപാട് നേരത്തെ യാത്ര ചെയ്യണ്ടെന്ന് തോന്നുന്നു. ചെറുത് കുറേ കഴിഞ്ഞപ്പോൾ ബോറടിച്ചിട്ട് അവിടെ ഇരുന്ന് എന്നെ നോക്കി കൊഞ്ഞനും കുത്തുമായിരുന്നു. അവൾക്ക് ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സൗത്തിലിറങ്ങി. അവിടുന്ന് അടുത്ത മെട്രോ എടുത്തു. നേരെ ലുലു വന്നിറങ്ങി. ലുലു വന്നിറങ്ങിയപ്പോൾ തൊട്ട് വിച്ചൂട്ടൻ ഞങ്ങൾക്കറിയാവുന്ന വിച്ചൂട്ടനെ അല്ല, മൊത്തത്തിൽ ഒരാളങ്ങ് മാറി. അവൾക്ക് അവിടെ അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടയിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന പരാതി വേണം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ടാഗ് ചെയ്യാവോ? ലുലു ഉണ്ടാക്കിയ ആളിനെ. ഈ 2 വയസ്സുള്ള ഏറ്റവും ചെറിയ റിവ്യൂവർ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫണ്ടിയൂറെ പോയി പിള്ളേർക്ക് കളിക്കാനുള്ള സാധനത്തിലൊക്കെ കയറി. ഫണ്ടിയൂർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അത് കുട്ടികൾക്കും വലിയവർക്കും ഉള്ള ഒരു ഗെയിം ഏരിയയാണ്. പണ്ട് കൊച്ചിലെ ഞങ്ങൾ ഗൾഫിലായിരുന്ന സമയത്ത് മാളിലൊക്കെ പോകുമ്പം അമ്മയായിരിക്കും മുമ്പിൽ നടക്കുക, ഞങ്ങൾ പുറകിലായിരിക്കും. പിള്ളേരല്ലേ, കുട്ടികളല്ലേ. അപ്പം ഇതൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പുറകിലായിരിക്കും നടക്കുക. ഇപ്പം ഞങ്ങൾ മുമ്പിൽ നടക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് പുറകെ വരിക. കാലം പോകുന്ന പോക്കെ. അങ്ങനെ വൈകിട്ട് ഒരു 5:30 വരെ ഹൈപ്പറിലും കയറി. പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലായിടത്തെല്ലാം കൊണ്ടുപോയി. തിരിച്ച് ഞങ്ങൾ സൗത്തിൽ വന്നു. കയറിയപ്പോഴത്തേക്കും ടയർഡായി ചെറുത് കിടന്നുറങ്ങി. ചിങ്കൂട്ടിന് ഒരു ചെറിയ ബ്ലൂ ബാഗ് മേടിച്ചു. അത് നല്ല ക്യൂട്ട് ബാഗായിരുന്നു. തിരിച്ച് ഞങ്ങൾ കായംകുളത്ത് എത്തി. അങ്ങനെ